വരൾച്ച രൂക്ഷമായതോടെ തിരുവനന്തപുരം അണ്ടൂർക്കോണത്ത് കുടിവെള്ളം കിട്ടാക്കനിയായി. അണ്ടൂർക്കോണം പഞ്ചായത്തിൽ വിവിധ വാർഡുകളിൽ കുടിവെള്ള വിതരണം മുടങ്ങിയതോടെ ദുരിതത്തിലായത് ആയിരക്കണക്കിന് കുടുംബാംഗങ്ങളാണ്. കരിച്ചാറ, തിരുവള്ളൂർ, കണ്ടൽ, പായ്ച്ചിറ വാർഡുകളിലാണ് ശുദ്ധജലക്ഷാമം രൂക്ഷമായിരിക്കുന്നത്. AK സ്റ്റെഫിൻ അവിടെ നിന്നും ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സ്റ്റെഫിൻ, നമ്മൾ നേരത്തെയും ഈ അണ്ടൂർക്കോണത്തെ അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിരുന്നതാണ്. ഇപ്പൊ കുടിവെള്ളമേ കിട്ടാക്കനിയായിരിക്കുന്നു, എന്താണ് അവസ്ഥ? മുത്തി, അക്ഷരാർത്ഥത്തിൽ വലിയ ബുദ്ധിമുട്ടാണ് ഈ ആണ്ടൂർക്കോണം പഞ്ചായത്തിൽ വിവിധ മേഖലകളിൽ ആളുകൾ അനുഭവിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് അപ്പോളോ ഉന്നതിയിലാണ്. അതിരൂക്ഷമാണ് ഇവിടുത്തെ ഒരു പ്രതിസന്ധി. സാധാരണക്കാരായ ആളുകൾ താമസിക്കുന്ന സ്ഥലത്ത് ഒരു തുള്ളി വെള്ളം കുടിക്കാനില്ലാത്ത ഒരവസ്ഥയുണ്ട്. ഇവിടെ ആകപ്പാടെ ഒരു 500 കുടുംബങ്ങൾക്ക് കുടിവെള്ളത്തിന് ഉള്ളത് ഈ ഒരു കിണറാണ്, പൊതു കിണറാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ കാണാം വലിയ താഴ്ചയിൽ അങ്ങ് ഏറ്റവും അടിത്തട്ടിൽ കുറച്ച് വെള്ളം ഉണ്ട്. ഏതാണ്ട് 25 തൊടി നമുക്ക് എണ്ണാം. വലിയ തൊടിയാണ്, വലിയ കിണറാണ്. ആ കാണുന്ന താഴ്ചയിൽ നിന്നും വെള്ളം കോരിയെടുത്ത് ഉപയോഗിക്കേണ്ട ബുദ്ധിമുട്ടിലാണ് ഇവിടെയുള്ള ആളുകളൊക്കെ ഉള്ളത്. ഇനി ഈ അമ്മമാരുടെ ദൃശ്യങ്ങളൊന്ന് കാണിക്കാം. എത്രയധികം പ്രായമായ സ്ത്രീകളാണ് ഇവിടെ ഉള്ളത് എന്നുകൂടി ഒന്ന് കാണണം. ഇവർക്ക് മോട്ടോർ സംവിധാനമോ മറ്റോ ഒന്നുമില്ല, പൈപ്പിൽ വെള്ളം വരുന്നില്ല. ഈ കിണറ്റിൽ നിന്ന് ഓരോ വീട്ടിലേക്കും കുടിവെള്ളം കോരി കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അമ്മ, വെള്ളം വന്നിട്ട് എത്ര നാളായി? എന്താണ് ഇവിടുത്തെ ഒരു ബുദ്ധിമുട്ട്? ഇവിടുത്തെ വെള്ളം നമുക്കില്ല. നമുക്ക് പഞ്ചായത്ത് വെള്ളത്തിൽ പൈപ്പുണ്ട്, അതിൽ വെള്ളമില്ല. ഈ ഒരു കിണറാണ് നമുക്കുള്ളത്. അതിൽ നമുക്ക് ആ ഒരു കുടിക്കാനും മാത്രം നമ്മൾ കോരിയെടുക്കാനും വെള്ളം വൃത്തിയുള്ള വെള്ളമല്ല. നമ്മൾ പിന്നെ നിവൃത്തിയേട് കൊണ്ട് അത് കുടിച്ചേ കൊടുക്കുള്ളൂ. അല്ലെങ്കിൽ ഇവിടെ അടുത്തെങ്ങും കിണറില്ല. ഏതാണ്ട് 500ഓളം കുടുംബങ്ങളുണ്ട്. അടുത്തടുത്ത് ഇങ്ങനെ വീടുകളാണ്. ഇതാ നമുക്ക് ആ ദൃശ്യത്തിൽ കാണാം. ഒരു ചേച്ചി വെള്ളം എടുക്കുന്നതിന് വേണ്ടിയൊക്കെ വരുന്ന കാഴ്ചകളുണ്ട്. അങ്ങനെ താഴെ വരെ ഉണ്ട്. ഏതാണ്ട് വീടുകൾ ഇങ്ങനെ അടുത്തടുത്ത് നിൽക്കുകയാണ്. വീടുകളുടെ അവസ്ഥയും വളരെ പരിതാപകരമാണ്. പല വീടുകളുടെയും അവസ്ഥ അത്രയധികം ദയനീയമാണ്. ചേച്ചി, എന്താണ് കഴിഞ്ഞ ദിവസമൊക്കെ വെള്ളം വന്നിരുന്നു, എന്താണ് അവസ്ഥ? ഇതേപോലെ തന്നെ കഴിഞ്ഞ തവണ ഇതേവരെ വെള്ളമൊന്നും ഇല്ലാതിരുന്ന നമ്മളിങ്ങനെ തന്നെ പാരിക്കൊണ്ടിരുന്നത്. ഇപ്പോഴും അത് തന്നെ ഗതി. ഇതിനു മുമ്പ് ഈ പരാതിയൊക്കെ ഇവിടുന്ന് പലരോടും പറഞ്ഞിട്ടുണ്ട്. പരാതികൾ പറയാന്നെ. പക്ഷെ അവര് പറഞ്ഞ വെള്ളമില്ല, ചെറിയ വെള്ളമില്ല, വെള്ളം പറ്റി ഞങ്ങൾ എന്തെങ്കിലും ചെയ്തിട്ട് ഞങ്ങളുടെ കാക്കണത്. അവരോട് ഞങ്ങൾക്ക് വെള്ളം വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കും. എന്താ അമ്മേ പറ, എന്താണ് വെള്ളത്തിന്റെ കാര്യം തന്നെ മക്കളെ? 2-3 മാസമായില്ലേ നമുക്ക് വെള്ളം കിട്ടാതെ. ഈ കിണറ്റിലൊന്നും വയസ്സായ നമ്മളെ കൊണ്ട് വെള്ളം കോരാൻ നിൽക്കൂല. അപ്പൊ അവരിങ്ങോട്ട് വെള്ളം വിടും. അവിടെ താഴെയാണ് വെള്ളം വരണത്, അത്രയും മേലോട്ട് വെള്ളം കയറണില്ല. എങ്കിലല്ലേ നമുക്ക് ഒരു ഉള്ളി വെള്ളം എടുക്കാൻ നോക്കൂ. ഇപ്പൊ നിങ്ങൾ ഈ കിണറ്റിൽ നിന്ന് തന്നെ കോരിയേ ഉള്ളൂ, ടാപ്പി വെള്ളം വരുന്നില്ല? എന്താണ്? ടാപ്പിന്ന് വരണില്ല. ടാപ്പിന്ന് വന്നിട്ട് 2-3 മാസം നമ്മക്ക് കിട്ടിയിട്ട് അങ്ങ് താഴോട്ടുള്ളവർക്കാണ് കിട്ടുള്ളൂ. ഞങ്ങൾക്ക് ഈ ഭാഗത്തുള്ളവർക്ക് ആർക്കും കിട്ടുന്നില്ല. ഇന്നലെ വന്നെന്ന് പറഞ്ഞാൽ എന്നിട്ട് നമുക്ക് വെള്ളം വന്നില്ല. നമ്മൾ ഈ കിണറ്റിൽ നിന്നാണ് കോരണത്. ഇതിൽ നിന്ന് കോരിയാണ് നമ്മൾ കാര്യം കാണുന്നത്. അല്ലാതെ നമുക്ക് വേറെ വെള്ളവും ഇല്ല, കിണറും ഇല്ല. അങ്ങനെയാണ് നമ്മളിരിക്കുന്നത്. ഈ ഉന്നതി എന്നൊക്കെ പേരൊക്കെ മാറ്റിയെങ്കിലും ഇവരുടെയൊക്കെ ജീവിത സാഹചര്യങ്ങൾ അത്രയധികം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ടോ എന്ന് സംശയമാണ്. അവർ പറയുന്ന അനുസരിച്ച് ഇതൊക്കെയാണ് അവസ്ഥ. ഇങ്ങോട്ട് താഴോട്ടേക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഓരോ വീടുകളിലേക്ക്. ഈ വേനൽക്കാലത്ത് മാത്രമാണോ ഇവർക്ക് ഈ പ്രശ്നം അനുഭവപ്പെടുന്നത്? അല്ലാത്ത സമയങ്ങളിൽ ഈ പൈപ്പിലൊക്കെ വെള്ളം കിട്ടാറുണ്ടോ? നമ്മൾ ഇതിനു മുമ്പ് ഇവിടെ ഈ പല വിഷയങ്ങൾ, ഈ വീടുകളുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളിലൊക്കെ തന്നെ വന്നിട്ടുണ്ട്. അന്നും ടാപ്പിലേക്കൊക്കെ വെള്ളം വരുന്നുണ്ട്. ഈ വേനലായതുകൊണ്ടാണ് കൂടുതൽ ഈ പ്രതിസന്ധി അനുഭവിക്കുന്നത്. ഇങ്ങനെ ടാങ്കിലൊക്കെ വെള്ളം പിടിച്ചു വെച്ച് ഉപയോഗിക്കേണ്ട ഒരു അവസ്ഥയാണ്. എപ്പോഴെങ്കിലും ഒരു സമയത്ത് വെള്ളം വരും. ഈ ടാങ്കിൽ നോക്കിക്കഴിഞ്ഞാലും അധികം വെള്ളമൊന്നുമില്ല, കുറച്ച് വെള്ളമേ ഉള്ളൂ. ഇതിപ്പോ സ്ഥിരം നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടോ, അതോ ഈ വേനലായുണ്ടോ? വെയിലായോണ്ടല്ല, സ്ഥിരം ഇവര് നല്ല മഴ സമയത്ത് വെള്ളം ചെറിയയിൽ വരുമ്പോൾ പൈപ്പ് വെള്ളം വിട്ട് തരും. അപ്പോഴും നമ്മൾ നല്ല മഴവെള്ളമൊക്കെ ഞങ്ങൾ പിടിച്ച് ടാങ്കിൽ ഒതുക്കി വെക്കും, പാത്രങ്ങളിലൊക്കെ പിടിക്കും. കഞ്ഞിക്ക് ഇതിന് അരിച്ചെടുക്കുകയാണ് ചെയ്യണത്. പുഴുണ്ട്, കൂത്താടിയുണ്ട്. നല്ല വെള്ളമായിരുന്നു. വർഷത്തിലൊരിക്കൽ ഇറച്ചുകൊണ്ടിരുന്ന കിണറായിരുന്നു. ഇപ്പം പഞ്ചായത്ത് ആരും വന്ന് ഇറക്കുന്നൊന്നുമില്ല. അപ്പം അതിനൊക്കെ ഞങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടാണ്. കുടിക്കാതെ ഇരിക്കാനും പറ്റുന്നില്ല. ഇതിപ്പോ അധികം വെള്ളം ഇല്ലല്ലോ, കുറച്ചല്ലേ ഉള്ളൂ. ഇന്ന് ഈ വെള്ളം കൊണ്ട് തികയില്ലല്ലോ. തികയൂല. വെള്ളം ഇങ്ങനെ ഇട്ടൊക്കെ തൊട്ട് പെരട്ട് തുണി കഴുകാനൊന്നും തോട്ടിൽ പോവാൻ നോക്കൂല. അവിടെ വേസ്റ്റുകൾ കൊണ്ടുവന്ന് ഒഴിക്കുന്നു, വണ്ടികളിൽ കൊണ്ടുവന്ന്. അങ്ങനെ ഞങ്ങൾ വഴക്ക് പറഞ്ഞ് വേസ്റ്റ് വണ്ടിയിൽ ബാത്റൂമിലുള്ളതൊക്കെ കൊണ്ടുവന്ന് അവിടെ ഇറക്കുമ്പോൾ നമുക്ക് കുളിക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. അതിനും ഇപ്പോൾ പറ്റുന്നില്ല. വളരെ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് വെള്ളത്തിന് വേണ്ടി. വളരെ ബുദ്ധിമുട്ട് അവർ അനുഭവിക്കുന്നുണ്ട്. അതായത് അവരുടെ വാക്കുകൾ തന്നെ ആ ആത്മാർത്ഥ പറഞ്ഞു. പൈപ്പിൽ ഇന്നലെ രാത്രി വെള്ളം വന്നെന്ന് പറയും. 1 മണിക്കാണ് അവർ വെള്ളം ഇടുന്നത്. താഴെ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട്, ഇങ്ങോട്ട് മുകളിലോട്ട് വെള്ളം ആർക്കും കിട്ടിയിട്ടില്ല. ഇത് കിണറ്റിൽ നിന്ന് കോരി ഇന്നലെ കുളിച്ചിട്ട് ബാക്കി അടച്ചു വെച്ചിരിക്കുന്നതാണ്.
നമുക്ക് തുണി കഴുകാനും പണ്ട് വെച്ചിരിക്കുകയാണ് ഈ വെള്ളം. അവരുടെ വാക്കുകളിൽ കൃത്യമായി അവരനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകളെ പറ്റി വ്യക്തമാക്കുന്നുണ്ട്. ഇത് വെറുതെ പറയുന്നല്ല. ടാപ്പൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാറ്റ് പോലും വരാത്തൊരു അവസ്ഥയാണ്. യഥാർത്ഥത്തിൽ ഒരു തുള്ളി വെള്ളം ഇങ്ങോട്ടേക്ക് വരുന്നില്ല. ഈ അമ്മ പറയുന്നതനുസരിച്ച് ഇന്നലെ രാത്രി 1 മണിക്കാണ് വെള്ളം വന്നത്. രാത്രി 1 മണിക്ക് വെള്ളം വന്നു കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം ആൾക്കാർക്ക് ഉണർന്നിരുന്ന് വെള്ളം പിടിച്ച് ഉപയോഗിക്കേണ്ട ഒരു സ്ഥിതി, പ്രത്യേകിച്ചും ഇത്രയധികം കുടുംബങ്ങൾ താമസിക്കുന്ന ഒരു സ്ഥലം കൂടിയാകുമ്പോൾ അതിന്റെ ബുദ്ധിമുട്ടുകൾ എത്രത്തോളമാണ് എന്ന് നമുക്ക് ഊഹിക്കാൻ കഴിയുന്നതേ ഉള്ളൂ. താഴോട്ടേക്ക് ഇങ്ങോട്ടേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ദൃശ്യങ്ങൾ കാണാം. ചെറിയ ചെറിയ കന്നാസുകളിലൊക്കെ ആക്കി വെള്ളം ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്, അടച്ചു വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഈ ടാപ്പിലൊക്കെ എപ്പോഴെങ്കിലും വെള്ളം വരുമ്പോൾ അത് പിടിച്ചു കരുതി വെക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. നമുക്ക് കാണാം ചെറിയ ഒരു കുപ്പികളിലും അതോടൊപ്പം തന്നെ കപ്പുകളിലുമൊക്കെ വെള്ളം ഇങ്ങനെ സൂക്ഷിച്ചു വെക്കേണ്ട, അങ്ങനെ ഓരോ തുള്ളിയും വളരെ സൂക്ഷ്മതയോടുകൂടി ഉപയോഗിക്കേണ്ട ഒരു ബുദ്ധിമുട്ടിൽ ഈ കുടുംബം യഥാർത്ഥത്തിൽ എത്തി നിൽക്കുന്നു. കാരണം ഈ പാചകം ചെയ്യണം, കുഞ്ഞുങ്ങളുണ്ട്. സമയത്ത് വേനൽക്കാലത്ത് പമ്പിങ് ചെയ്യുമ്പോൾ അതിന് കാര്യമായ ഫോഴ്സ് ഇല്ലാത്തത് കൊണ്ട് ഈ മുകളിലേക്ക് വെള്ളം എത്താത്തതാണോ സ്റ്റെഫിൻ കാരണം? വാട്ടർ അതോറിറ്റിയും മറ്റും എന്താണ് ഇതിന് പരിഹാരമായി പറയുന്നത്? പിന്നെ ടാങ്കറിൽ കൊണ്ടുവരുന്ന വെള്ളം അത് മുകളിലേക്ക് എത്താൻ വഴിയുടെ പ്രശ്നമാണോ? മൂത്തി ഏതായാലും വഴിയുടെ ഒന്നും പ്രശ്നമില്ല. ഇവിടെ ഏത് വണ്ടികൾക്കും വരാം. വലിയ ഗ്രൗണ്ടാണ് മുന്നിലുള്ളത്, വലിയ റോഡുണ്ട്. അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ പ്രശ്നത്തിന് ശാശ്വതമായ പരിഹാരമുണ്ടാക്കും. ഒരു ടാങ്കറൊക്കെ എത്തിക്കഴിഞ്ഞാൽ ഇങ്ങ് മുകൾ ഭാഗത്തേക്ക് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ കാണുന്ന ഭാഗത്തേക്കൊക്കെ ടാങ്കറിനൊക്കെ എത്തിച്ചേരാൻ കഴിയുന്നതേ ഉള്ളൂ. അത് കൃത്യമായി ഇടപെട്ട് ചെയ്യണം എന്ന് മാത്രമാണ് പറയാനുള്ളത്. പക്ഷെ അത് കൃത്യമായി നടക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രതിസന്ധി അതിരൂക്ഷമാക്കുന്നത്. പൊതു ടാപ്പിലൊന്നും വെള്ളമേ ഇല്ല. ഓരോ വീട്ടിലും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ കാണുന്ന ഒരു കാഴ്ച, എല്ലാവരും ഇങ്ങനെ വെള്ളം പിടിച്ച് ചെറിയ പാട്ടകളിൽ പോലും ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ് ഉള്ളത്. ഇപ്പോൾ ഒരു അമ്മ കൂടിയുണ്ട്. അമ്മ, എന്താണ് ഇവിടുത്തെ ഒരു വെള്ളമൊക്കെ കിട്ടുന്നുണ്ട്? എന്താണ് അവസ്ഥ? എന്താണ്? രണ്ടാഴ്ചയിൽ ഒരു ദിവസം വെള്ളം വരുള്ളൂ, ഇങ്ങോട്ട് വരുള്ളൂ. താഴത്തെ പൈപ്പിൽ എപ്പോഴും വെള്ളം കാണും. മക്കൾ നമ്മുടെ വെള്ളമായിട്ട് ഇവിടെ 2-3 വീട്ടിൽ കൊച്ചു മക്കളെയുള്ളതാണ്. അവർക്ക് കോരയാണ് ചെയ്യുന്ന കൊച്ചു മക്കളെയൊക്കെ ഇട്ടിട്ട് ഭയങ്കര ബുദ്ധിമുട്ട് തന്നെ അവിടെ. ഓക്കെ, നമ്മൾ ഈ സ്ഥലത്തേക്ക് വന്നപ്പോൾ അല്ലെങ്കിൽ വാട്ടർ അതോറിറ്റി ഒക്കെ ആയിട്ട് ബന്ധപ്പെടുമ്പോൾ മനസ്സിലാക്കുന്നത് ഈ ഇങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കുന്നത് വാമനപുരം നദിയിൽ നിന്നും അല്ലെങ്കിൽ ആനതാഴ്ചിറ ഭാഗത്തു നിന്ന്, കഴിഞ്ഞ ദിവസമൊക്കെ അവിടെ പോയ ആണ്ടൂർ കോണത്തിന്റെ ഭാഗത്തു നിന്നൊക്കെയാണ് ഇങ്ങോട്ടേക്ക് വെള്ളം എത്തിക്കുന്നത്. കൃത്യമായ ഒരു ഫോഴ്സിൽ വെള്ളം ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാൻ കഴിയാത്തതായിരിക്കും ഈ ഒരു പ്രതിസന്ധിക്ക് കാരണം. എന്നിരുന്നാലും ഒരുപാട് സംവിധാനങ്ങൾ ഇപ്പോൾ നമുക്ക് ചെയ്യാൻ കഴിയും. ടാങ്കറിൽ വെള്ളം എത്തിക്കാൻ കഴിയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. അതൊന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്ന്, തദ്ദേശ സ്ഥാപനങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഈ കുടുംബങ്ങളെല്ലാം അനുഭവിക്കുന്ന പ്രതിസന്ധിയുടെ ആഴം വർദ്ധിപ്പിക്കുന്നത്. ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ ഒരുപാട് വീടുകൾ ഉണ്ട്, അടുത്തടുത്ത് വീടുകളാണ്. എല്ലാ സ്ഥലത്തും നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് സ്ഥിതി. ഓരോ ചെറിയ ബക്കറ്റുകളിലും ചെറിയ കുപ്പികളിലുമൊക്കെ വെള്ളം പിടിച്ച് വെച്ച് ഉപയോഗിക്കുകയാണ് അവർ ചെയ്യുന്നത്. ഏതായാലും നിലവിൽ ഇത് ഒരു പൊതു കിണർ പഞ്ചായത്ത് ഏരിയല്ലേ സ്റ്റെഫിൻ? അങ്ങനെയാണെങ്കിൽ ഈ പഞ്ചായത്ത് അധികൃതർ ഇതിൽ എന്ത് വിശദീകരണമാണ് കൊടുക്കുന്നത്? അവരോടൊക്കെ ഈ കുടുംബങ്ങൾ പരാതി പറഞ്ഞു മടുത്തിട്ടുണ്ടാവും അല്ലേ? തീർച്ചയായിട്ടും ഒരുപാട് പരാതികൾ ഇതിനു മുമ്പ് ഈ ആണ്ടൂർക്കോണത്ത് ഉയർന്നിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയ ആനതാഴ്ചിറയുടെ ആ ഭാഗത്ത് ദുർഗന്ധം നിറഞ്ഞ, മാലിന്യം നിറഞ്ഞ വെള്ളമാണ് കിട്ടുന്നത്. ഇവിടുത്തെ വെള്ളത്തിന്റെ ഒരു അവസ്ഥ ഇപ്പൊ എന്താണ്? ഇന്നലെയൊക്കെ വന്നോ? എന്താണ് ഇപ്പൊ? ഇവിടെ ആരും വന്നില്ല. വെള്ളം ഇവിടെയൊക്കെ വലിയ പാടി തന്നെ. ഇതൊക്കെ അതാ പറഞ്ഞിട്ട് കാര്യമില്ല. ഈ വെള്ളത്തിന് പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ കോരനെല്ലാം കിണറ്റൊന്നും കോരനില്ല. അവിടെ ഒരു കിണറുണ്ട്, അവിടെ നിന്നൊക്കെ കോരി. അതെന്താ പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറയുന്നത്? എന്താ നിങ്ങളുടെ ഈ ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ജനപ്രതിനിധി വോട്ട് പിടിക്കാനൊക്കെ വരുമ്പോൾ ആളുകളോട് സംസാരിക്കുന്നില്ലേ, പറയുന്നല്ലേ? പൈപ്പിലും വെള്ളം ഇല്ല. പൈപ്പിൽ അങ്ങോട്ട് വെള്ളം വരും, പക്ഷെ ഇങ്ങോട്ട് വെള്ളമൊന്നും വരില്ല. ഇങ്ങനെ വെള്ളത്തിനുമൊക്കെ വലിയ ബുദ്ധിമുട്ടുകൾ തന്നെ. വീട്ടിലൊക്കെ എന്താ അവസ്ഥ? എങ്ങനെയാണ് നിങ്ങൾ ഈ പാചകം ചെയ്യുന്നത്, തുണി കഴുകുന്നത്, അതിന്റെയൊക്കെ ഒരു സ്ഥിതി എന്താ? ഇതിൽ വന്ന് കോരും, ഇവിടെ വന്ന് കോരിക്കൊണ്ട് പോകും. ഇവിടെ വന്ന് കോരിക്കൊണ്ട് വഴിയും ഇല്ല വെള്ളം കോരിക്കൊണ്ട് പോവാൻ. ആൾക്കാരെ വീട്ടുകാരെ കൂടെ വെള്ളം കോരിക്കൊണ്ട് അവരും അല്ല പറയില്ലേ. അതുകൊണ്ട് എങ്ങനെയെങ്കിലുമൊക്കെ നമ്മൾ ഇതിലേക്ക് കൂടെ തന്നെ കോരിക്കൊണ്ട് പോകണത് മരണം. മോത്തി, അമ്മ പറഞ്ഞൊരു വാക്ക്, പ്രധാനമായും ആദ്യം പറഞ്ഞൊരു വാക്ക് കേട്ടില്ലേ? അതായത് പറഞ്ഞിട്ട് കാര്യമില്ല, പലതവണ പരാതി പറഞ്ഞതാണ്. എന്നിട്ടും അവരുടെ ഈ പ്രശ്നത്തിനൊന്നും ഒരു പരിഹാരം ഉണ്ടാക്കുന്നതിന് ഈ ദേശ സ്ഥാപനങ്ങൾക്ക് കഴിയുന്നില്ല എങ്കിൽ അത് വലിയ ദയനീയമായ അവസ്ഥയാണ്. ഇനിയെങ്കിലും ഈ ആളുകളുടെ ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കണം. കാരണം ഒരു പൊതു കിണറൊക്കെ ഉള്ളത് അങ്ങ് ദൂരെയാണ്. ഇവിടെ നിന്നും നമ്മളിപ്പോൾ നടന്നു വന്നിട്ട് തന്നെ ഏതാണ്ട് 100 മീറ്ററിൽ കൂടുതലായി. ആ ഭാഗത്തേക്കൊക്കെ കൊണ്ടുപോകണമെങ്കിൽ ഈ പാവപ്പെട്ട അമ്മമാർ, സ്ത്രീകളൊക്കെ ഇങ്ങനെ ചുമന്ന് വെള്ളം കോരിക്കൊണ്ട് പോകേണ്ട അധികൃതരെയും കാണണം, അവരോട് ചോദിക്കണം. ഈ
ഇതിൽ എന്താണ് ഇവർക്ക് പറയാനുള്ളത്? ഇത്രയും കാലമായി ഈ ഉന്നതിയിലെ ജനങ്ങൾക്കൊന്നും വെള്ളം കിട്ടുന്നില്ല, കുടിവെള്ളം കിട്ടുന്നില്ല. ഈ വേനൽക്കാലത്ത് ഇവർ ഈ ദുരിതം അനുഭവിക്കുന്നു എങ്കിൽ ഇതിനൊരു മറുപടി അവരുടെ പക്കൽ ഉണ്ടാവണ്ടേ? എന്തെങ്കിലും അതിന് നമുക്ക് വിശ്വസിക്കാൻ കഴിയുന്ന ഒരു കാരണം ഉണ്ടാവണ്ടേ? തീർച്ചയായിട്ടും അത്തരത്തിലുള്ള പ്രതികരണങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട ആവശ്യമാണ്. കഴിഞ്ഞ തവണയും ഈ ആണ്ടൂർ കോണത്തെ വിഷയവുമായി ബന്ധപ്പെട്ട് അവിടുത്തെ മാലിന്യം നിറഞ്ഞ വെള്ളം വീടുകളിലേക്കൊക്കെ എത്തുന്നതുമായി ബന്ധപ്പെട്ട് അവരോട് വിശദീകരണം ചോദിക്കുമ്പോൾ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് പറയാമെന്നൊരു മറുപടിയാണ് വാട്ടർ അതോറിറ്റിയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു ഉദ്യോഗസ്ഥനിൽ നിന്ന് അന്ന് ലഭിച്ചത്. പഠിച്ചിട്ട് പറയാം, പഠിച്ചിട്ട് തിരിച്ചു വിളിക്കാമെന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും ഇന്ന് വരെ വാട്ടർ അതോറിറ്റിയുടെ ഒരു ഫോൺ കോള് ഒരു ഉത്തരവാദിത്തപ്പെട്ട മാധ്യമം എന്ന രീതിയിൽ വിളിച്ചിട്ട് പോലും നമുക്ക് ലഭിച്ചിട്ടില്ല. പലപ്പോഴും ആളുകളോട് ചോദിക്കുമ്പോൾ അവരും പറയുന്നത് ഇത് തന്നെയാണ്. ഈ പരാതികൾ പലതവണ പറയുമ്പോൾ അതിനെതിരെ മുഖം തിരിക്കുന്ന ഉദാസീനമായ നടപടികൾ അല്ലെങ്കിൽ മറുപടികളാണ് ഈ വാട്ടർ അതോറിറ്റിയുടെയൊക്കെ ഭാഗത്ത് നിന്നും വരുന്നത് എന്നുള്ളതാണ്. അമ്മ, എന്താണ്? വെള്ളം ഇല്ല? വെള്ളം ഇന്ന് ഒരാഴ്ച അല്ല 10-12 ദിവസം കൂടി ഞങ്ങൾക്ക് ഇന്നാണ് ഒത്തിരി വെള്ളം കിട്ടിയത്. അത് രാത്രിയിലാണ് വരണത്. അഥവാ വന്നാൽ തന്നെ നമ്മൾ ഉറങ്ങിപ്പോവേണമെങ്കിൽ പിന്നെ കിട്ടുകയില്ല. അത്ര പാടുപെട്ടാണ് നമ്മൾ ജീവിക്കണം. ഇന്നലെ ചിലപ്പോൾ നമ്മൾ വണ്ടിയിൽ ആ വെള്ളം കുടിച്ച് കിടക്കണമല്ലോ, ഞങ്ങൾ വണ്ടിയിൽ വെള്ളം ഇറക്കിയാണ് ഞങ്ങൾ കുടിക്കണം. അത് ചെല്ലുമ്പോൾ ഓരോരുത്തർ തരാൻ ബുദ്ധിമുട്ടാണ്. എവിടെ പോയി വെള്ളം പിടിക്കും? ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകും. ഞങ്ങൾ അങ്ങനെയൊക്കെയാണ്. ഞങ്ങൾ ചിലപ്പോൾ ആട്ടം അടിച്ചു പോകും, ചിലപ്പോൾ അല്ലെങ്കിൽ 350 രൂപ കൊടുക്കണം ഒരു ലോഡ് വെള്ളം ഇറക്കണം. ഇന്ന് വിലയും കൂലിയും ഇല്ലാതെ കിടക്കണം, നമ്മൾ എന്ത് ചെയ്ത് ജീവിക്കും? ഒരു തൊഴിലുറപ്പ് പോലും ഇല്ല, പോവാനും പറ്റില്ല, ശ്വാസം മുട്ടും. അങ്ങനെയൊക്കെ ഇരിക്കുന്നിടത്ത് ഞങ്ങൾക്ക് ജീവിക്കണ്ടേ മോനെ? ഈ വെള്ളമെങ്കിലും വേണമല്ലോ ഈ ചൂട് സമയത്ത്. അത് കിട്ടൂല ഞങ്ങൾക്ക്. ടാങ്കിലൊക്കെ വെള്ളം പിടിച്ചു വെച്ചിട്ടുണ്ടോ? അതോ ഈ കാണുന്നൊക്കെ? അത് ഇന്ന് വന്നതിൽ പിടിച്ചെടുത്തതാണ് ഞങ്ങൾ. പക്ഷെ ഇവിടുന്ന് ഇങ്ങനെ എടുത്തുകൊണ്ട് അങ്ങോട്ട് ടാങ്കിലേക്ക് ഒഴിക്കണം. മാത്രമേ ഉള്ളൂ ഈ വീട്ടില്? ഇല്ല, ഒരു മോനും കൂടെ ഉണ്ട്, ഒരു തീനക്കാരൻ മോനുണ്ട്. ആ മോന്റെ കാല് മുറിക്കണം. ഒരു ദീനകാരം തിങ്കളാഴ്ച അഡ്മിറ്റാക്കുകയാണ്. കാല് മുറിക്കാൻ കണക്കാക്കി ഏകദേശം ഇതുവരെ മോന് ഷുഗർ വന്ന് മുറിക്കേണ്ടി വരും. അങ്ങനെ തിങ്കളാഴ്ച കൊണ്ടുവച്ച് കിടത്താൻ പോവുകയാണ്. അമ്മ സംസാരിക്കുമ്പോൾ തന്നെ കണ്ടില്ലേ, ശ്വാസം മുട്ടുന്നുണ്ട്. അപ്പോൾ ഈ ഇവിടുന്ന് വെള്ളം പിടിച്ചുകൊണ്ട് ആ ടാങ്കിലേക്കൊക്കെ ഒഴിക്കണം. അതൊക്കെ കാണുന്നവർക്ക് ചിലപ്പോൾ ഒരു എളുപ്പമുള്ള കാര്യമാണെന്നൊക്കെ തോന്നുന്നു. ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് അതിൻ്റെ മുകളിലേക്കൊക്കെ ഒഴിക്കുക എന്നൊക്കെ പറയുന്ന വലിയ ബുദ്ധിമുട്ട് നിറഞ്ഞ അവസ്ഥയാണ്. വലിയ ബുദ്ധിമുട്ടിലൂടെയാണ് ഈ കുടുംബങ്ങളെല്ലാം തന്നെ കടന്നു പോകുന്നത്. അവരുടെ വാക്കുകളിലെല്ലാം തന്നെ അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ഈ സ്ഥലത്തെ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കണം. നമുക്ക് അങ്ങോട്ടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ നടന്നു വരാൻ തുടങ്ങിയിട്ട് ഏതാണ്ട് ഒരു 200-250 മീറ്ററായി. അവിടെ ആ താഴെ ഭാഗത്ത് വെള്ളം വരുന്നുണ്ട്. അത് നൂല് പോലെ വരുന്നുണ്ട്. അധികം വെള്ളമില്ല. ഇവിടെ നിന്നും ഏതാണ്ട് ഈ കയറ്റം മുഴുവൻ കയറി. കൃത്യമായി ആ ദൃശ്യങ്ങൾ ഒന്നുകൂടെ ഒന്ന് കാണിക്കാം. ക്യാമറ ഒന്ന് തിരിച്ചു കഴിഞ്ഞാൽ ഈ കയറ്റമെല്ലാം കയറി ഏതാണ്ട് 200-250 മീറ്റർ നടന്ന് ആളുകൾക്ക് പല ഭാഗങ്ങളിലേക്ക് വീടുകളിലേക്ക് പോകേണ്ട അവസ്ഥ. അവർക്ക് വെള്ളം എത്തുന്ന ഏറ്റവും അവസാനത്തെ സ്ഥലം ഇതാണ്. അത് നമ്മൾ തുറന്ന് ഏതായാലും പാഴാക്കുന്നില്ല. വളരെ തുച്ഛമായ രീതിയിൽ നൂല് പോലെ ഈ കാണുന്ന ഭാഗത്ത് വെള്ളം വരും. അതിങ്ങനെ മണിക്കൂറുകൾ നിന്ന് പിടിച്ച് കൊണ്ടുപോയി ഉപയോഗിക്കേണ്ട അത്യന്തം ദയനീയമായ അവസ്ഥയാണ് ഈ അപ്പോളോ ഉന്നതിയിലുള്ളത്.